ഹലോ എവരിവൺ. ഞാൻ ഇന്നൊരു എൻക്ലക്സ് ആർഎനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഞാൻ റീസെൻ്റ്ലി എൻക്ലക്സ് ആർഎൻ വിന്നറാണ്. അതിൻ്റെ ഒരു ജേണിയെ കുറിച്ച് പറഞ്ഞാൽ അത് എങ്ങനെ പറയണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. അത് അത്ര എളുപ്പമല്ല എന്നെനിക്ക് മനസ്സിലായി. എൻക്ലക്സ് ആറിന് എക്സാം സാധാരണ എക്സാം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് തരും. പിന്നെ അതിൽ നമുക്ക് ആൻസർ ചെയ്ത് ഒരു 60 അല്ലെങ്കിൽ 70% മാർക്ക് മേടിക്കുമ്പോൾ നമ്മൾ പാസ്സാകും. എന്നാൽ എൻക്ലക്സ് ആർ എന്ന് പറയുന്നത് ഒരു CAT ബേസ്ഡ് എക്സാമാണ്, കമ്പ്യൂട്ടർ അഡാപ്റ്റീവ് ടെസ്റ്റ്. അപ്പം നമ്മൾ ചെയ്യുന്ന ആൻസറിനനുസരിച്ചായിരിക്കും നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യന് ആൻസർ ശരിയാക്കിയാൽ അതിൽ ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും, അതിൽ ശരിയാക്കിയാൽ അതിലും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻ വരും. അങ്ങനെ അപ്പം ഞാൻ 2006 പാസ് ഔട്ട് ആയതാണ്. 2006 പാസ് ഔട്ട് ആകുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം ഈ 2025 തിയറിയെക്കുറിച്ച് അത്ര എനിക്ക് ഒരു എത്തും പിടിയില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഞാനിത് പഠിക്കാൻ തുടങ്ങിയപ്പം പല സിസ്റ്റംസ് ഞാൻ വായിക്കുമ്പോഴത്തേനും ഇതെന്താണ്, ഇത് ഞാൻ കേട്ടിട്ട് പോലും ഇല്ലോ എന്നോർത്ത് എനിക്കൊരു ഒരു വലിയൊരു ടാസ്ക് ആയിരുന്നു എൻക്ലക്സ് ആർ എന്ന് പറയുന്നത്. എന്നാൽ ജേർണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആക്ച്വലി എൻ്റെ ഹസ്ബൻഡും എൻ്റെ പിള്ളേരുടെ ഒക്കെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇന്ന് പാസ്സാകാൻ സാധിച്ചത്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന മാൽദീവ്സിലായിരുന്നു. അവിടെ ഞാൻ ചാർജ് നേഴ്സായിട്ട് വർക്ക് ചെയ്തു. 2 വർഷത്തെ കോൺട്രാക്ട് തീരാറായപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയെന്നാൽ ഞാൻ എൻക്ലക്സ് ആർ പാസ്സായി, എൻ്റെ ഡ്രീം കൺട്രി കാനഡയാണ്, എഴുതി നോക്കാമെന്ന് വിചാരിച്ചു. എളുപ്പമാണെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഞാൻ അവിടുന്ന് ജോലി റിസൈൻ ചെയ്ത് ഞാനത് പഠിക്കാൻ വേണ്ടി നാട്ടിലേക്ക് കടന്നു വന്നു. നാട്ടിൽ വന്നിട്ട് ആദ്യമേ ഞാൻ ഓർത്തുന്ന IELTS ക്ലിയർ ചെയ്ത് വെക്കാം, എന്നിട്ട് എൻക്ലക്സിന് ചെയ്യാം. എനിവേ IELTS ഞാൻ പഠിച്ചു, അത് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻക്ലക്സ് ആറിൻ്റെ സത്യം പറഞ്ഞാൽ എന്നാ പഠിക്കേണ്ട, എവിടെ പോയി പഠിക്കണം, ഏത് ബുക്ക് റെഫർ ചെയ്യണം ഒരു ഐഡിയയും ഇല്ലായിരുന്നു. അങ്ങനെ നിന്നപ്പോഴത്തേനും ഞാൻ വെറുതെ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോഴത്തേനും എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു മെഡ്ലൈൻ അക്കാഡമിയിൽ പഠിക്കാം. അപ്പോൾ അത് ഓൺലൈനാണ്. അപ്പോൾ ഞാൻ മെഡ്ലൈൻ അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. അവർക്കെന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 months അങ്ങനെ ടോട്ടൽ 9 months ക്ലാസ് അറ്റൻഡ് ചെയ്യാം. പക്ഷെ അത് രാത്രി 10:30 തൊട്ട് 11:30 വരെയാണ്. ആ ടൈമിങ് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാനിരുന്ന് പഠിക്കുക, അങ്ങനെയൊക്കെ ഒരു സ്ട്രഗിളായിരുന്നു ആക്ച്വലി. പിന്നെ പിള്ളേരുടെ ബഹളം. എനിക്കാണെങ്കിൽ എൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കുറച്ച് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ അന്നേരം ഭയങ്കരമായിട്ടൊരു ഡിസ്ട്രാക്ഷനാണ്. എനിക്ക് പിന്നെ ഒന്നും തലയിൽ കയറത്തില്ല. അങ്ങനെ ഞാൻ മെഡ്ലൈൻ അക്കാഡമിയിൽ പഠിച്ചു. പിന്നെ എനിക്ക് മനസ്സിലായി ഓൺലൈൻ പഠിച്ചിട്ടൊരു കാര്യമില്ല. കാരണം സാറും ടീച്ചറും ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴത്തേനും അവർ പെട്ടെന്ന് പറയും ഇന്നത്തെ ടോപ്പിക് ഫോർ എക്സാമ്പിൾ ലിവർ സിറോസിസ് ആണ് എന്ന് പറയുമ്പോഴത്തേനും ലിവർ സിറോസിസ് ഓക്കെ എന്താ പറയുക, അതിനെക്കുറിച്ചൊരു ലിവർ സിറോസിസ് ഈസി ടോപ്പിക്കാണ്. അങ്ങനെ പാടുള്ള ചില കണ്ടീഷൻസ് ഒക്കെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ദൈവം ഇത് എവിടെ നിന്നാണ്, എന്താണ്, എവിടെ ഏത് സിസ്റ്റം ആണെന്ന് പോലും അറിയാത്ത ഒരു അവിയൽ പരുവത്തിലാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മനസ്സിലായത് നടക്കത്തില്ല എന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ഓഫ്ലൈൻ എവിടെയെങ്കിലും കിട്ടുമോ എന്ന് ആലോചിച്ച് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് അത്തേന കോച്ചിങ് സെൻറ്റർ അങ്കമാലിയിൽ അവിടെ പോയി ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഞാൻ 3 മാസം അവിടെ 2-3 മാസത്തോളം ഞാൻ അവിടെ നിന്ന് ഞാൻ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് അവരുടെ ഓഫ്ലൈൻ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ അങ്ങനെ ഇതിൽ ഞാൻ അറ്റൻഡ് ചെയ്ത്. അങ്ങനെ ഓഫ്ലൈൻ ക്ലാസ് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം അവിടെ ഒരുപാട് പിള്ളേർ പഠിക്കാൻ വരുന്നുണ്ട്. എല്ലാവരുടെയും ഐഡിയാസ്, എങ്ങനെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്, എങ്ങനെയാണ് ഈ ആൻസറിൽ എത്തിയെന്നുള്ള ആ ഡിസ്കഷൻ ഉണ്ടല്ലോ, നമ്മൾ തന്നെ പഠിക്കുന്നതിൽ ഒത്തിരി നല്ലതാണ്. പിന്നെ ഹോസ്റ്റലിലാണെങ്കിലും പിള്ളേർ എൻക്ലക്സ് ആർ പഠിക്കുന്ന പിള്ളേരുണ്ടായിരുന്നു. അവരുടെ കൂടെ ഇരുന്ന് പഠിക്കുകയും സ്റ്റഡി ടൈമിൽ ഞങ്ങൾ ഒത്തിരി ഡിസ്കഷൻ ചെയ്യുകയൊക്കെ ചെയ്തു. അങ്ങനെ കുറേ റെഫർ ചെയ്തു. പിന്നെ ഞാൻ ആർച്ചർ ക്വസ്റ്റ്യൻ ബാങ്ക്, പിന്നെ വേൾഡ് ക്വസ്റ്റ്യൻ ബാങ്ക് ഒക്കെ എനിക്ക് തോന്നുന്നത് ഓൾമോസ്റ്റ് ഒരു 10,000 എബോവ് ക്വസ്റ്റ്യൻസിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടാതെ ഞാൻ ആർച്ചർ വീണ്ടും റിവ്യൂ ചെയ്തു, മീൻസ് സെക്കൻഡ് ടൈം ചെയ്തു. അതുകൂടാതെ ഞാൻ ലാസ്റ്റ് എക്സാമിന് 1 മാസം മുമ്പ് ഞാൻ എന്ത് ചെയ്തു, ഫോക്കസ് ആയിട്ട് പഠിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഓരോ സിസ്റ്റം വൈസ് പഠിച്ചാലും ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് എത്ര മാക്സിമം ക്വസ്റ്റ്യൻ ഇവർക്ക് എന്തോരം ഇടാം എന്നുള്ള അതുപോലെ ഡീപ്പായിട്ട് അങ്ങനെ ഞാൻ പഠിച്ചു. അതിന് ഞാൻ സെലക്ട് ചെയ്തത് എൻ്റെ ലിപ്പിംഗ് കോട്ട് ഒരു ബുക്കുണ്ട്. അത്
ഞാൻ സൗദിയിൽ ചെന്നപ്പോൾ 2008 ഞാൻ സൗദിയിൽ പോയപ്പോൾ അവിടുത്തെ എക്സാമിന് വേണ്ടി ഞാൻ വെറുതെ ഒരു ഫിലിപ്പിനോ പയ്യൻ വന്നിട്ട് എന്നോട് ഈ ബുക്ക് വാങ്ങിക്കുന്നോ എന്ന് ചോദിച്ചു. അന്ന് 200 റിയാലോ കണ്ടായിരുന്നു. ഞാനന്നൊന്നും നോക്കിയില്ല. ഞാനോർത്ത് ഈ എംഗ്ലീഷ് സാറം പഠിച്ചാൽ മതി, സൗദി പ്രോമെട്രിക്കിന് ഇതാണ് പഠിക്കേണ്ട, ഒന്നും അറിയില്ല. ചുമ്മാ ആ ബുക്ക് മേടിച്ച് കയ്യിൽ വെച്ചു. അങ്ങനെ അത് റെഫർ ചെയ്താണ് സൗദി പ്രോമെട്രിക്ക് പാസ്സാവുന്നത്. അങ്ങനെ ആ ബുക്ക് അതുകൊണ്ട് ഞാൻ മാൽദീവ്സ് പോയി. മാൽദീവ്സിലെ എക്സാമിന് ഞാൻ വേറെ ബുക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് അത് വെച്ച് പഠിച്ചു. അങ്ങനെ ഇന്നപ്പത്തിന് ഞാൻ ആലോചിച്ചു, ഈ ബുക്ക് എന്നെ ഒരിക്കലും ചതിക്കുകയല്ല അല്ലേ. എനിക്ക് 2 എക്സാമിന് എന്നെ സഹായിച്ചാണ്. അപ്പം അന്നാണ് ഞാൻ ഈ എക്സാമിന് ഒരു മാസം മുമ്പാണ് ഈ ബുക്ക് ആക്ച്വലി ഞാൻ ആദ്യം തൊട്ട് വായിക്കാൻ തുടങ്ങി. അപ്പം നോക്കുമ്പോൾ കിടക്കുന്നു ഓൾറെഡി എംഗ്ലീഷ് ആറൻ എങ്ങനെ എഴുതണം, എന്താണ് അതിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അങ്ങനെ എല്ലാം അതിൻ്റെ അത് എഴുതിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊരു ടൈം ടേബിൾ ഉണ്ടാക്കി ഒരു 3 ദിവസം ഒരു സിസ്റ്റം വെച്ച് ഞാനൊരു ടൈം ടേബിൾ ഉണ്ടാക്കി. എന്നിട്ട് ഞാൻ വളരെ ഫോക്കസ്ഡ് ആയിട്ട് രാത്രി പകൽ ഉറക്കമൊന്നുമില്ല കേട്ടോ. നമ്മളെപ്പോഴും ചിന്തിക്കും നമുക്കൊരു ഒരാൾക്ക് കോൺസെൻട്രേഷൻ ഒരു 45 മിനിറ്റ്സേ പറ്റുള്ളൂ, അല്ലെങ്കിൽ 1 അല്ല 2 മണിക്കൂർ കൂടുതൽ പഠിക്കാനിരിക്കാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയല്ല. ഞാൻ 10 മണിക്കൂർ 12 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ്, ഇടയ്ക്ക് വെള്ളം കുടിക്കാൻ അല്ലെങ്കിൽ വാഷ്റൂമിൽ പോകുന്നതല്ല, അതുപോലെ ഇരുന്ന് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഇംഗ്ലീഷ് സാരം പാസ്സായത്. അതുകൊണ്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഇപ്പം ഇംഗ്ലീഷ് സാരം പാസ്സാവുന്ന ആഗ്രഹിക്കുന്നവരോടും പറഞ്ഞു നമ്മളങ്ങോട്ട് പറ്റും. കാരണം ഞാൻ 2006 പാസ് ഔട്ട് ആയപ്പോൾ എനിക്ക് എന്താണ് നഴ്സിംഗ്, ഈ കടൽ പോലെ കിടക്കുന്നതിൽ എന്താണ് പഠിക്കേണ്ടത് എന്നതൊന്നും അറിയാതെ എനിക്ക് ഇത്രയും ദൈവം സഹായിച്ച് എനിക്ക് ജയിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കും ജയിക്കാൻ പറ്റും. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ താൻ പാതി ദൈവം പാതി. നമ്മൾ പഠിച്ചുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാര്യമില്ല, നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ സിസ്റ്റവും പഠിക്കുമ്പോഴും ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ ദൈവമേ എൻ്റെ തലയിൽ ഇത് കയറണേ. കാരണം ഞാൻ ഈ 10,000 ക്വസ്റ്റ്യൻ ചെയ്തെന്ന് പറഞ്ഞാലും ഇതിലൊന്നുപോലും എനിക്ക് എക്സാമിന് വന്നില്ല. അതിന് ഏകദേശം കണക്റ്റായിട്ട് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആ എക്സാക്ട് ക്വസ്റ്റ്യൻ ഒരിക്കലും വരണമെന്നില്ല. അപ്പം നമ്മളെപ്പോഴും നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമുക്ക് അന്നേരം നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ മുമ്പിലിരിക്കുമ്പോൾ നമുക്ക് എന്താണോ നമ്മുടെ തലയിൽ കൂടെ കടന്നു പോകുന്നത് അതനുസരിച്ചായിരിക്കും നമ്മളുടെ റിസൾട്ട്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പം എനിക്കെല്ലാവരോടും പറയാനുള്ളത്, ഒന്നും പേടിക്കേണ്ട. നമ്മൾ നഴ്സുമാർ നമ്മളെല്ലാവരും പഠിച്ചതല്ലേ. നമ്മൾ 3 വർഷം GNM അല്ലെങ്കിൽ 4 വർഷം BSc MSc ഒക്കെ പഠിച്ചതല്ലേ. എല്ലാവർക്കും ഇത് സാധിക്കും. ടഫാണ് ആക്ച്വലി. നഴ്സിംഗിലെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആണിത് എന്ന് പറഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയും നമ്മുടെ ഹാർഡ് വർക്കും കൊണ്ട് നമുക്ക് എല്ലാവർക്കും ജയിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇതായിരുന്നു എൻ്റെ ഇംഗ്ലീഷ് ജേർണി. ഇപ്പം ഇംഗ്ലീഷ് സാറൻ ജയിച്ചു കഴിഞ്ഞിട്ട് ഇപ്പം ഞാൻ അടുത്തൊരു എംപ്ലോയറിനെ കിട്ടാനും ഒരു പ്ലേസ്മെൻറ്റിനും ഒക്കെ വേണ്ടി ഞാനിപ്പം സത്യം പറഞ്ഞാൽ സ്ട്രഗിൾ ചെയ്യുവാണ്. ഇപ്പോൾ അതിലും പാടാണോ ഇതെന്നുള്ള ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ എവരി